കൂടെ ഇദ്ദേഹത്തിന് ഒരു ഓഡിയൻ ഉണ്ടെന്നുള്ളതും ഈ സിനിമ കുറെ കൂടെ ആൾക്കാർ കാണും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് എന്ത് കലാസൃഷ്ടിയാണെങ്കിലും ഒരു ഓഡിയൻസ് അത് കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ ഹോൾ ഹാർട്ടഡ്ലി ചെയ്യും. ഭയങ്കര സന്തോഷത്തോടെ എത്ര ടേക്ക് പോയാലും പ്രശ്നമില്ല. ആര് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾ തമ്മിൽ അട്ടിയായിരുന്നു. ഞങ്ങൾ തമ്മിൽ അട്ടിയായിരുന്നു. കാരണം ഇത് പെർഫെക്ഷനിസ്റ്റാ ഭയങ്കര. എത്ര ടേക്ക് പോയാലും പുള്ളിക്ക് ഓക്കെ ആകുമ്പോഴാണ് പുള്ളി അപ്പോൾ ഇവിടെ തീർക്കാൻ വേണമല്ലോ. പക്ഷെ നമ്മള് ഹാപ്പി ഡബിങ് എഴുതുന്ന സമയത്ത് മനസ്സുകൊണ്ട് സെറ്റായി. ഓക്കെ എന്ത് പറയുന്നു അത് അത്രയും ടേക്സ് പോയാലും കുഴപ്പമില്ല എന്നുള്ളതൊക്കെ. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും ഇത് ഓർഡറിലല്ല ഡബ് ചെയ്യാറുള്ളത്. ഒരിക്കലും ഓർഡറില്ല. ഇന്റർവൽ ഇപ്പോഴും അതെ. പുഷ്പയാണെങ്കിൽ പുഷ്പയൊക്കെ ഫസ്റ്റ് ഹാഫ് ആദ്യം വരും, സെക്കൻഡ് ഹാഫ് ഒരു മാസം കഴിഞ്ഞിട്ട് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല, ഒരുമിച്ച് സിനിമ വന്നിരുന്ന ഈ കാലത്ത് സെക്കൻഡ് ഹാഫ് മുതലാണ് ഞാൻ ഡബ് ചെയ്യാറ്. തിരിച്ച് ഫസ്റ്റ് ഹാഫിലേക്ക് വരിക, അങ്ങനെ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഓർഡറിലാണ്. അപ്പൊ ഇത് പല സീനും ഒരു തിയേറ്ററിൽ കാണുമ്പോൾ വർക്കൗട്ടായി എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ദൈവാനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണ് അല്ലെ. ഭയങ്കര അല്ലാതെ ഒരു ഞാൻ പറയട്ടെ, ഇപ്പൊ കൂടിപ്പോയാൽ ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസമാണ് ഈ സമയം എടുക്കുക ഇത്രയും ഡബ് ചെയ്യുന്നത്. അതിനുള്ളൊരു ഓട്ടപ്രദക്ഷിണമാണ്. അതിനിടയ്ക്ക് തിരുവനന്തപുരത്തെ ലാൽ സാറിന്റെ സ്റ്റുഡിയോയിലാണ് ഡബ് ചെയ്യുന്നത്. അപ്പൊ ഡബിങ് നടക്കുന്നതിനിടയ്ക്ക് ഇതുപോലെ ഡബിങ് കാണിച്ചു കൊടുക്കാൻ എന്റെ സ്കൂൾ പിള്ളേരെ കൊണ്ടുവരും. ഈ ചില്ലിന്റെ അപ്പുറത്തും നോക്കിക്കൊണ്ടിരിക്കും. ഇതിനിടയിലാണ് നമ്മൾ ഡബ് ചെയ്യാൻ, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കട്ട കോമഡികൾ അരങ്ങേറിയിട്ടുള്ള പരിപാടികളാണ്. എനിക്ക് ഒരുപാട് പഠിക്കാൻ സാധിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു സിനിമാ സംവിധായകൻ എന്നുള്ള രീതിയിൽ ഒരുപാട് പഠിക്കാൻ സാധിച്ചിട്ടില്ല. സൺഡേ ഹോളിഡേയിലൊക്കെ അതെ അല്ലു അർജുനെ കയറ്റി ഇറക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര നല്ല ഓർമ്മകൾ എപ്പോഴും എല്ലാ അല്ലു അർജുൻ സിനിമകളെ കുറിച്ച്. സിജുവിന്റെ കാര്യം ടീന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു കാര്യം നമ്മൾ സിജുവിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ പുഷ്പ 2-ല് എല്ലാ ഭാഷകളിലും ഒരു 2 വരി മാത്രം, 8 വരി. ആ 8 വരി മലയാളത്തിലാണ് വെച്ചിരുന്നത്. മല്ലിക ബാണന്റെ അമ്പുകളോ എന്ന് പറയുന്നത് അത് എല്ലാ തമിഴിലും തെലുങ്കിലും ഒക്കെ സിജു എഴുതിയതിന്റെ മലയാളം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ എപ്പോഴും സിജുവിന് പറയും, സ്ട്രേറ്റ് സിനിമ എഴുതാനായിട്ട് സിജുന് കുറെ കൂടെ പറ്റണ്ടായിരുന്നു. അങ്ങനെ കാരണം സിജു പറഞ്ഞ പോലെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പൊ എഴുതുന്നത്. ട്യൂണിങ്ങനെ എനിക്ക് തോന്നുന്നു പുഷ്പ 1-ലാണ് അവർ ലിബർട്ടി തന്നത്. ലിപ്പ് നോക്കണ്ടെന്ന്. ശരിയല്ല, ലിപ്പ് നോക്കണ്ട. മറ്റേതങ്ങനല്ല, ആ എന്ന് പറയുമ്പോൾ ആയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, മനസ്സിലായോ? അപ്പോഴാണ് നീ എന്താ വിമാനം വീഴ്ത്താൻ പോവുകയാണോ, ആകാശം പിടിച്ച് കുലുക്കാൻ പോവുകയാണോടാ ചെയ്യുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെയില്ല, കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇപ്പൊ അല്ലൂരെ ഏതൊക്കെയോ സിനിമകളിൽ ഞാൻ തൃശ്ശൂർ ഭാഷയിലൊക്കെ ഡബ് ചെയ്തു. അപ്പൊ അങ്ങനെ ഇപ്പൊ സ്വാതന്ത്ര്യമുണ്ട് എന്ത് ചെയ്യാൻ.